ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, അടിമത്തം വേദനാജനകമാണ്. ലോകത്തിൽ അടിമത്തം വളരെ ശക്തമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടം. പീറ്റർ എന്ന ഒരു 22കാരൻ അടിമകളുടെ മോചനത്തിനു വേണ്ടി സ്വയം ജീവിതം മാറ്റിവെച്ചു. അദ്ദേഹം തന്റെ ഭീമമായ സമ്പത്ത് മുഴുവനും അടിമകളുടെ മോചനത്തിനായി ചെലവഴിച്ചു. മാത്രമല്ല, അതിനായി കാരുണ്യ മാതാവിന്റെ ഒരു സഭ തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഗ്രിഗരി 9 പാപ്പ കാരുണ്യ മാതാവിന്റെ സഭയ്ക്ക് അനുമതി നൽകി. അനേകർ സഭയിൽ ചേർന്നു. പണം പിരിച്ചെടുത്തും സ്വയം അടിമകളായും അവർ അനേകം പാവങ്ങളെ മോചിപ്പിച്ചു അടിമത്തത്തിൽ നിന്ന്. പിന്നീട് സെപ്റ്റംബർ 24 കാരുണ്യ മാതാവിന്റെ തിരുനാളായി. ഇതാ 3-ാം ഇന്നസെന്റ് പാപ്പ നിശ്ചയിച്ചു. പ്രിയപ്പെട്ടവരെ, കാരുണ്യ മാതാവ് അഥവാ വിമോചക മാതാവ് സ്വാതന്ത്ര്യം നൽകുന്നതിന്റെ പ്രതീകമാണ്. നമുക്ക് ആ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപാവരം വാങ്ങിയെടുക്കാം. നിങ്ങളെയും എന്നെയും കാരുണ്യ മാതാവ് ആ കരങ്ങൾ വിടർത്തി സമൃദ്ധമായി അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയിൽ നിന്ന് അനുഗ്രഹം വാങ്ങി തരുന്നുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.